ഇപ്പോൾ വാർത്തയോട് പ്രതികരിക്കാൻ ഇപ്പോൾ ബാബുരാജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബാബുരാജ്, താങ്കൾക്കെതിരെ റേപ്പ് എന്ന ആരോപണമാണ്. ശ്രീ ബാബുരാജ്, കേൾക്കാമോ? താങ്കൾ റേപ്പ് ചെയ്തു എന്നാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ആരോപണം. ഇതിനകത്ത് ആദ്യം വേണ്ടത് ഇവരുടെ ഐഡന്റിറ്റി ഒന്ന് മനസ്സിലാവേണ്ടത്, ആരാണ് എന്ന് മനസ്സിലാവണ്ടേ. ഇവര് കാണാമറിയത്തിരുന്ന് ഇങ്ങനെ പറയണതിൽ എനിക്ക് എന്താന്ന് മനസ്സിലാവില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ റിസോർട്ടിൽ വർക്ക് ചെയ്ത ഒരു ലേഡി ആണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു വിവരം. ഇവര് സിനിമയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയട്ടെ. സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആളായിരുന്നു. അപ്പോൾ പരിചയപ്പെട്ടു, അങ്ങനെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞു. വീട്ടിൽ സിനിമ ചർച്ചയ്ക്കായി വിളിപ്പിച്ചു. ആലുവയിലെ വീട്ടിലേക്കാണ് വിളിപ്പിച്ചത്. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് പലരും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാണ് വിളിപ്പിച്ചത്. പക്ഷേ താങ്കൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കുറച്ച് സംസാരിച്ച് റെസ്റ്റ് ചെയ്യാൻ താങ്കൾ താഴത്തെ നിലയിൽ മുറി കൊടുക്കുന്നു. ആ മുറിയിലേക്ക് ചെന്നാണ് താങ്കൾ പീഡിപ്പിച്ചതെന്നാണ് ആരോപണം. അതെ, ഇതെല്ലാം മനസ്സിലായത്. ഇതാരാണ് ഈ പറയുന്ന സ്ത്രീ? കേവലം ഒരാൾക്കെതിരെ ഒരു പരാതി വരികയാണെങ്കിൽ അവർ ഇന്ന ആളാണെന്ന് പറയണ്ടേ? എന്നാലല്ലേ എനിക്ക് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഞാൻ ഊഹിക്കാൻ, ഞാൻ അനുമാനിക്കുകയാണ് എന്റെ റിസോർട്ടിൽ വർക്ക് ചെയ്ത ഒരു സ്ത്രീ ആയിരിക്കാം. അവരുടെ ശബ്ദം കേട്ടിട്ട് ഞാൻ അന്വേഷിച്ചിടത്തോളം ഇതാണ് സംഭവം. കാരണം അതിന്റെ പുറകിൽ കുറെ സിനിമാക്കാരുണ്ട്, അതിന്റെ പുറകിൽ കുറെ പൈസ പമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ അമ്മ സംഘടനയ്ക്കെതിരെയും എനിക്കെതിരെയും ഉള്ള നീക്കമാണ്. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഇനി മനസ്സിലാവുമോ? ശബ്ദം കേട്ടാൽ തിരിച്ചറിയാമോ? ആ ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിലും ഞാൻ എന്റെ സുഹൃത്തുക്കൾ സംസാരിച്ചതിലും റിസോർട്ടിലെ ആൾക്കാരോട് സംസാരിച്ചതിലൊക്കെ മനസ്സിലായതാണ്. അല്ലെങ്കിൽ ഇവർ പറയണ്ടേ ഞാൻ ഇന്ന ആളാണ്. കേവലം ഒരു പരാതി, ഇത്രയും വലിയൊരു പരാതി ഉന്നയിക്കുമ്പോൾ അതൊരു എന്താ പറയുക, മനുഷ്യത്വപരമായ കാര്യമല്ലേ? ഞാൻ ഇന്ന ആളാണെന്ന് പറയണ്ടേ, അവർ ഐഡന്റിറ്റി വെളിപ്പെടുത്തണ്ടേ? അല്ലാതെ ഞാൻ എന്താ പറയാ, പേര് പറയില്ലല്ലോ ഒരു സംഭവം. അങ്ങനെ പറയരുത്. ഇത് യഥാർത്ഥ ഇരകളെ നിങ്ങൾ ഇല്ലാണ്ടാക്കുക ചെയ്യുക. യഥാർത്ഥ ഇരകളെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇല്ലാതാക്കുക ചെയ്യുക. ഇത് വെറുതെ ഫേക്ക് ന്യൂസും കൊണ്ട് വന്നിട്ട് നമ്മളവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണം. ഇതൊക്കെ ഞാൻ നാളെ അതിനു വേണ്ടി ഇറങ്ങുന്നുണ്ട്. ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. പൂർണ്ണമായും ശരിയാണെന്ന മട്ടിലല്ല കേട്ടോ താങ്കളോട് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ആരോപണം ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള ബാധ്യത എനിക്കുള്ളതുകൊണ്ടാണ്. മാഡം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ ഒരു ഐഡന്റിറ്റി ഇല്ലാണ്ട് എവിടെ ഒരു കാണാമറയത്തിരുന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെയാണെന്ന് പറയുന്നിടത്ത് നമ്മൾ എന്താ അതിനകത്ത് പറയാ? ഇതേ വ്യക്തി ശ്രീകുമാർ മേനോനെതിരെയും പറയുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നു, ഇപ്പോഴും പറയുന്നു, അവർ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, അവർ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. കുറെ വർഷങ്ങളായില്ലേ നമ്മൾ ഇതിനകത്ത്. ഇത് തെറ്റ്. നിങ്ങൾ ഇങ്ങനെയുള്ളത് പ്രോത്സാഹിപ്പിക്കുന്ന തെറ്റ്. നിങ്ങൾ ആരാണെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് കണ്ടുപിടിക്കണം. ഈ സംസാരിക്കുന്ന ആൾ ആരാണ്, അപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന ആൾ ആരാണ്. നമ്മൾ ശൂന്യതയിൽ ആരോട് എന്ത് പറയാനാ? എന്നിട്ട് പറയുന്ന ആരോപണം വലിയൊരു ആരോപണമല്ലേ? അതും 2017, 2018 കാര്യം. ഈ 2019 ഞാൻ അവിടെ താമസിക്കുന്നില്ല. ഒന്നാമത് എന്താ പറയാ, എല്ലാവരും ഇത് പറഞ്ഞ പേടിച്ചുള്ളിലേക്ക് പോകും. ആണുങ്ങൾ സത്യം പറഞ്ഞാൽ പേടിച്ചിരിക്കുക എല്ലാവരും. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, യഥാർത്ഥ കാര്യങ്ങൾ എല്ലാവരും നിസ്സാരമായിട്ട് എടുക്കും. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ എല്ലാവരും ചിരിച്ചു കൊടുക്കും. താങ്കൾ പറയുന്നതിൽ വസ്തുത ഇല്ലാതില്ല. ഇപ്പോൾ സിദ്ദിഖ് രാജിവെച്ച ഒഴിവിലേക്ക് താങ്കളുടെ പേര് പറഞ്ഞു കേൾക്കുന്ന ഘട്ടത്തിലാണ് ഈ ആരോപണം വരുന്നത്. അതാണ് ഇത് ഇന്നലെ തന്നെ എനിക്ക് പല ന്യൂസും കിട്ടി. ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് തൃശ്ശൂര്. അതിന്റെ പുറകെ ചാനലുകാർ, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ അത് തെറ്റാണ്. ഇതുകൊണ്ട് എന്താന്ന് വെച്ചാൽ യഥാർത്ഥത്തിലുള്ളത് ഇല്ലാതെയായി പോകും. നടന്ന കാര്യങ്ങൾ അത് ഇല്ലാതെയായി പോകും. അത് ശ്രദ്ധിക്കണം നമ്മൾ. അറ്റ്ലീസ്റ്റ് അവർ പറയണ്ടേ ഞാൻ ഇന്ന ആളാണെന്ന് പറയണ്ടേ? എന്റെ ആവശ്യം അത്രേ ഉള്ളൂ. താങ്കൾ ഈ ആലുവയിലെ വീട്ടിൽ സിനിമാ ചർച്ചകൾ നടത്താറുണ്ടോ? ഇങ്ങനെ താരങ്ങളെ, അതായത് റോള് കൊടുക്കാൻ വേണ്ടി ആരെങ്കിലുമായിട്ട് വീട്ടിൽ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നോ? ആഭരണങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഇപ്പൊ എനിക്കും പറയാമല്ലോ ആ സ്ത്രീ കാശ് വാങ്ങിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരെന്റെ അടുത്ത് മെനിഞ്ഞാന്ന് പൈസ, ഇതൊക്കെ പറയാമല്ലോ. അതല്ല, ജെനുവിനായിട്ട് ഇവരാരാണ് എന്നൊന്നും നമ്മൾ അറിയണ്ടേ എന്നുള്ളൂ. നിങ്ങൾ അതിനാണ് ചെയ്യേണ്ടത്. അവരാരാണ്? ശ്രീ ബാബുരാജ്, അപ്പോ വീട്ടിൽ അങ്ങനെ ചർച്ചകൾ നടത്താറില്ല അല്ലേ? 2020 എന്റെ വീട്ടിൽ വരുന്നത്. ഞാൻ മൂന്നാറാണ് ഞാൻ 15 മുതൽ 20 വരെ. കാരണം വെള്ളപ്പൊക്കത്തിൽ എന്റെ വീടിനൊക്കെ തന്നെ ഇത് പറ്റിയിട്ട് ഈ കൊറോണ സമയത്താണ് നമ്മൾ നന്നാക്കിയത് താമസിക്കുന്നത്. ഞാൻ 2021 എന്റെ ബ്ലാക്ക് കോഫി എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടാണ് പിന്നെ നടക്കുന്നത്. സിനിമാ ചർച്ചകൾക്ക് വേണ്ടി ഇതൊക്കെ വലുതും പറഞ്ഞിട്ട് അതിനൊരു അടിസ്ഥാനം വേണ്ടേ? അപ്പൊ 2019 എന്ന ആരോപണം 2019 ആ വീട്ടിലില്ല താങ്കൾ? ഇനിയിപ്പോ അവര് നാളെ അത് 2020 ആക്കിയാൽ ഇത് ആരാണെന്ന് ആദ്യം അറിയട്ടെ. അറ്റ്ലീസ്റ്റ് ഒരു പരാതി ഉന്നയിച്ച ആൾ ആരാണെന്ന് അറിയണ്ടേ?
ഇരകളുടെ മുഖം കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി നമ്മളെ സംബന്ധിച്ചുണ്ട്. അതിന്റെ നമുക്ക് മനസ്സിലാവണ്ടേ, ഇത് ഇരകൾ എന്ന് പറയുമ്പോ നമ്മളും ഇരകളല്ലേ? വെറുതെ എവിടെ ഇരുന്ന് എന്തോ പറഞ്ഞിട്ട് ഇപ്പൊ ഇരകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഞാനും ഇരയാണ്. ഇപ്പോ ഒരാളെ കുറിച്ച് ഒന്നും അറിയാതെ അവിടെ ഇരുന്ന് എന്തോ പറയുന്നു, എന്നിട്ട് അതിന് ഞാൻ മറുപടി പറയാൻ ഇപ്പൊ ബാധ്യസ്ഥനായിരിക്കുന്നു. ശ്രീ ബാബുരാജ്, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള മൊഴികൾ, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളിങ്ങനെ ഒരു ചർച്ച നടത്തുന്നതും ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നതും. അല്ലാതെ സിനിമാ മേഖല എല്ലാവരെയും അങ്ങ് അടച്ചാക്ഷേപിക്കാം, എല്ലാവരെയും അങ്ങ് തീർത്ത് കളയാം എന്നൊരു ഉദ്ദേശം മാധ്യമങ്ങൾക്കുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞാനും പോയി ആ മാഡത്തിനോട് സംസാരിച്ചതും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞതുമാണ്. അപ്പൊ ഒന്നും ഈ പ്രശ്നങ്ങളില്ല. ഇപ്പോ ഇദ്ദേഹം സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ പോകുന്നു എന്ന് കാണുമ്പോൾ സംഘടനയെയും അതുപോലെ തന്നെ എന്നെയും ഞങ്ങളുടെ അംഗങ്ങളെയും താറടിച്ച് കാണിക്കാനുള്ള ഇതാണ്. ഇതിപ്പോ 2 ദിവസം കൊണ്ട് തെളിയും. 2 ദിവസം കൊണ്ട് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ചാനലുകൾ ആരൊക്കെയാണ്, എത്ര പൈസ ഇതിനകത്ത് ഇട്ടു, ആരൊക്കെയുണ്ട് ഇതിന്റെ പുറകിൽ, ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ആരാണ് അതിന് പിന്നിലെന്നാണ് താങ്കൾ സംശയിക്കുന്നത്? സിനിമയിൽ തന്നെയുള്ളവരാണോ? അല്ല, എന്തായാലും ഞാൻ പറയാം, സമാധാനമായിട്ടിരിക്കും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സംഘടനയിൽ താങ്കൾക്കെതിരെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ടോ? അതൊന്നും പറയാനായിട്ട് ഇപ്പൊ നിൽക്കുന്നില്ല. ഞാനിപ്പോ കാരണം എന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഇതിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാനത് ആരാണെന്ന് കണ്ടുപിടിക്കട്ടെ ആദ്യം. സിനിമാ മേഖലയ്ക്ക് പുറത്ത് അങ്ങനെ ശത്രുതയുണ്ടോ ശ്രീ ബാബുരാജ്? അതൊക്കെ നമുക്ക് പിന്നെ ശത്രുത ഉണ്ടോ ഇല്ലയോ എന്നുള്ള, ഞാനങ്ങനെ ആരോടും വലിയ അങ്ങനെ ശത്രുതയ്ക്കൊന്നും പോകുന്ന ആളല്ല. എന്തായാലും ഇത് കണ്ടുപിടിക്കാം. നിങ്ങളും കൂടി ഒന്ന് ശ്രമിക്കൂ. ആരാണ് ഇവരെന്താണ്, ഏത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്, അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കൂ. 19 നടന്ന കാര്യമല്ലേ, നമുക്ക് അതിന്റെ പുറകെ ഇറങ്ങണമല്ലോ. ഇതിപ്പോ എന്താ പറയാ, ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോ സാധാരണ ആണുങ്ങളെല്ലാം പേടിച്ച് ദൈവമേ എന്നും പറഞ്ഞിട്ട് ഓടുന്ന കണ്ടീഷനാണ് ഇപ്പൊ. ആർക്കെതിരെ എന്തും പറയാന്നുള്ള കണ്ടീഷനായില്ലേ. അവർ പറയുന്നത് അവർ 3 സിനിമയിൽ അഭിനയിച്ചുവെന്നും കുറച്ച് സീരിയലിൽ അഭിനയിച്ചെന്നും ഇപ്പോൾ അഭിനയമില്ല എന്നുമാണ്. അതെങ്കിലും അറിയട്ടെ ഏതാണെന്ന്. ഇതിനകത്ത് ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഇവരുടെ കൂടെയൊക്കെ കൂടെ നിൽക്കുന്ന ആളാണ്, ഈ ഇരയുടെ കൂടെ ഒക്കെ കൂട്ടുനിന്ന ആളാണ്. പക്ഷെ ഇതിനകത്ത് യഥാർത്ഥ കേസുകൾ ഇങ്ങനെ വന്ന് എല്ലാം നിസ്സാരവൽക്കരിക്കപ്പെട്ടു പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർ വെളിപ്പെടുത്തേണ്ട കാര്യങ്ങൾ അതല്ലേ. ഇല്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോയി എനിക്കറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. ശരി, താങ്ക് യു ശ്രീ ബാബുരാജ് പ്രതികരിച്ചതിന്.